ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മീഡിയ ആൻഡ് സോഷ്യൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ്. ഞാനിത് നേരത്തെ എടുത്ത് വെച്ച വീഡിയോ ആണ്. ഞാൻ റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി കംപ്ലീറ്റ് ചെയ്തിട്ട് ഇത് ഇടാമെന്ന് കരുതി. അപ്പോൾ അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഫൈനൽ പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടിയെന്നുള്ള കാര്യം മനസ്സിലായി. കമൻസൊക്കെ വരുന്നുണ്ട്, നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യണം കേട്ടോ, കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്യണം. ജസ്റ്റ് ആ ഒരു ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ പോരെ, എല്ലാം വലിയ പരിപാടിയൊന്നും ഇല്ലല്ലോ. പ്ലീസ് അതുകൂടെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ അനഘ ആൻഡ് ദിസ് ഈസ് യുവർ ഫേവറേറ്റ് ചാനൽ അനഘ സ്റ്റഡി വേൾഡ്. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസ് ആണ്. നമ്മളെടുക്കാത്തൊരു വിഷയമാണ് സോഷ്യൽ സയൻസ്. അപ്പോൾ പുതിയൊരു ചാപ്റ്ററാണ് നമ്മൾ എടുക്കുന്നത്, മീഡിയ ആൻഡ് സോഷ്യൽ റിഫ്ലക്ഷൻ. ഈ ഒരു ചാപ്റ്ററിനോട് നമുക്ക് നല്ലവണ്ണം സോഷ്യലി നോക്കുകയാണെങ്കിൽ ഈ ഒരു ചാപ്റ്റർ വളരെ സത്യമാണ്. അതായത് നമുക്കിതൊക്കെ അറിഞ്ഞിരിക്കുന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ചിലർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കാം സോഷ്യൽ, ചിലർക്ക് കുറച്ച് ഒത്തിരി ഇല്ലേ എന്നുള്ളൊരു ഫീൽ വരും. ഇത് പക്ഷേ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ ഞാൻ ഇത് തന്നെ സെലക്ട് ചെയ്തത്. ഇത് യൂണിറ്റ് 7 ആണ്, മീഡിയ ആൻഡ് സോഷ്യൽ റിഫ്ലക്ഷൻ. ഇപ്പം തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെയാണ് ഈ ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് തന്നെയല്ലേ സോഷ്യൽ മീഡിയയുടെ ഒരു ഗുഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. പിന്നെ നല്ല വശങ്ങൾ മാത്രമല്ല, ദോഷമായിട്ടുള്ള കാര്യങ്ങളും ഡീമെറിറ്റ്സും ഇതിലുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ നമുക്ക് ഒന്നുകൂടി ഈ ഒരു കാര്യങ്ങളെ പറ്റിയൊക്കെ ഒന്ന് അറിവ് തരുന്ന ഒരു നല്ലൊരു ചാപ്റ്ററാണിത്. സോ നോക്കാം. ഈ ഒരു പിക്ചർ തന്നെ നല്ല മീനിങ്സ് ഉണ്ട്. എത്ര ന്യൂസ് പേപ്പേഴ്സ്, ഹൗ മെനി കളേഴ്സ്, എന്തൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതും ഒരു വിമനിൻ്റെ പിക്ചറാണത്. സോ സ്റ്റാർട്ട്. ആദ്യം തന്നെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, അതൊരു കൊളാഷ് ആണെന്ന് തോന്നുന്നു. നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് ന്യൂസ് പേപ്പേഴ്സാണ്. നമുക്കെന്താ ന്യൂസ് പേപ്പേഴ്സിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയാം. ന്യൂസ് പേപ്പേഴ്സ് നമുക്കറിയാം, ആദ്യകാലങ്ങളിൽ, കുറേ പഴയ കാലങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റിയിട്ട് ഇൻഫോർമേഷൻ വേണമെങ്കിൽ, ഇപ്പോൾ ഇൻഡിപെൻഡൻസിനൊക്കെ ആ ഒരു സമയത്തൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ, ആ ഒരു കാലഘട്ടത്തിലെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ന്യൂസ് പേപ്പർ യൂസ് ചെയ്തിരുന്നു. ഇപ്പോഴും ന്യൂസ് പേപ്പർ യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇപ്പോൾ നിർബന്ധമുണ്ടോ ന്യൂസ് പേപ്പേഴ്സ് വാങ്ങണം എന്ന്? ഇല്ല. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ, നമ്മുടെ ഫോണിൽ തന്നെ അവൈലബിൾ ആണ്. പല ആപ്സ് ഉണ്ട് നമുക്ക്, അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ ആർട്ടിക്കിൾസ് ആയിട്ട് വരും. അങ്ങനെ ഇനി അടുത്ത ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ലൈബ്രറീസ് ആണ്. ലൈബ്രറീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുക്സ് അവിടെ ഒരുപാട് കാണും. നമുക്ക് ഏതൊരു മേഖല, ഏതൊരു കാറ്റഗറിയിലെ ബുക്ക് വേണമെങ്കിലും അവിടെ കാണും. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റോറി ടെല്ലിങ് കുഞ്ഞു ബുക്സ് ആണെങ്കിൽ അങ്ങനത്തെ ഇത് മേടിക്കാം. അല്ലാത്തത് ഓക്കെ. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയുള്ള സംഭവത്തെ പറ്റി അറിയണമെങ്കിൽ അത് എൻസൈക്ലോപീഡിയാസ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. ഇപ്പോഴും ഇതൊക്കെ ഉണ്ട്, പക്ഷെ അധികം ആരും അങ്ങോട്ട് ഉപയോഗിക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. ഇനി അടുത്തത് കുറേ മാസികകൾ, മാഗസീൻസ്. ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ കുട്ടിക്കാലത്ത് എന്തായാലും ബാലരമയോ കളിക്കുടുക്കയോ എന്തെങ്കിലും ഒരു സംഭവം, ബാലമാസിക എന്തെങ്കിലും ഒന്ന് മേടിക്കാതിരുന്നിട്ടുണ്ടാവില്ല. പൂമ്പാറ്റ, അങ്ങനെ പലതില്ലേ. അതും നമുക്ക് നല്ല മോറൽസൊക്കെ കിട്ടുന്ന ചിലത് കാണും, നല്ല ഗുണപാഠ കഥകളുള്ളത് കാണും. പിന്നെ ഏതാ പറയുന്നത്, റേഡിയോ ആണ് അടുത്ത പിക്ചറിൽ കാണാൻ പറ്റുന്നത്. റേഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ന്യൂസ് കേൾക്കാൻ പറ്റും റേഡിയോയിലൂടെ, പാട്ടുകൾ കേൾക്കാൻ പറ്റും, അങ്ങനെ പല കാര്യങ്ങൾ, കാലാവസ്ഥ ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. ഇതും സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ ഇല്ല, കാണുന്ന പോലും ഇല്ല. അതാണ് ഇതിൻ്റെ അവസ്ഥ. ഇപ്പോൾ ആകെപ്പാട് ഇതിനകത്ത് പഴയതിൽ ഉള്ളത് എനിക്ക് തോന്നുന്നു ന്യൂസ് പേപ്പേഴ്സും പിന്നെ മാഗസീൻസും ആണ്. ലൈബ്രറീസ് ഉണ്ട്, പക്ഷേ ആൾക്കാരുണ്ടോ എന്നുള്ള കാര്യം അറിയത്തില്ല. ന്യൂസ് പേപ്പറും പലതും വരുത്തുന്നില്ല, അങ്ങനെയൊക്കെ. അടുത്തായിട്ട് ടി വി ആണ്, ടെലിവിഷൻ.
ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ടെലിവിഷൻ്റെ ഒരു പോരായ്മ അല്ലെങ്കിൽ ഈ റേഡിയോയുടെ ഒക്കെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ അത് വൺ വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ലേ. അതായത് ഒരു ഇതിലൂടെ മാത്രമല്ലേ പറയൂ. ഇപ്പോൾ അവർ പറയുന്നത് നമുക്ക് കേൾക്കാം എന്നല്ല, തിരിച്ച് പറയുന്ന അവർക്ക് കേൾക്കുമോ? ഇല്ലല്ലോ. അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ലേ. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പോയിന്റ്. പിന്നെ ടി വിയുടെ കാര്യത്തിൽ നമുക്ക് പറയാം, ടെലിവിഷനകത്ത് നമുക്ക് പല പ്രോഗ്രാംസ് കാണാം. പക്ഷേ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടമുള്ള സമയത്ത് ഈ പരിപാടി വേണം. അതവർ അവരത് പബ്ലിഷ് ചെയ്യുന്ന ടൈമിലല്ലേ നമുക്ക് കാണാൻ പറ്റൂ. അവർ ഓൾറെഡി അത് പറയും, ഈ ഒരു ടൈമിൽ ഞാൻ അത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു ഫേമസ് ആയിട്ടുള്ള എന്തെങ്കിലും ഇപ്പോൾ ബിഗ് ബോസിൻ്റെ കാര്യം തന്നെ 9:30 9 മണിക്കും ഒക്കെയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ വെച്ചാലേ കാണാൻ പറ്റൂ. അല്ലെങ്കിൽ ഇനി അത് റീടെലികാസ്റ്റ് ചെയ്യണം പിന്നെയും കാണണമെങ്കിൽ. അതേ പക്ഷേ ഇപ്പോൾ മൊബൈൽ ഫോണിലൊക്കെ അങ്ങനെയാണോ? അല്ല, നമുക്ക് ഇപ്പോൾ ആപ്സിനകത്ത് പലതരത്തിലുള്ള ആപ്സ് ഉണ്ട്, അതിലൂടെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെന്താ, പ്രീമിയം ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിലും കാണാൻ പറ്റും. അതുപോലെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ പഴയ മൂവീസൊക്കെ അവൈലബിൾ ആണല്ലോ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുത്ത് കാണാം. നമുക്ക് തോന്നുമ്പോൾ വാച്ച് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. പിന്നെയാണ് ഇൻ്റർനെറ്റിലാണ് നമ്മൾ പറഞ്ഞ പോലെ കമ്പ്യൂട്ടേഴ്സ്, ലാപ്സ്, ടാബ്സ്, പിന്നെന്താ മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ മീഡിയ എല്ലാം ഇതിൽ വരും. ഓക്കെ, സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ മീഡിയ. ഓക്കെ, അപ്പോൾ ഒരു പിക്ചറിൽ നിന്ന് ഇത്രയും പറയാനുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ എന്ത് രസമായിരിക്കും. നോക്കാം. The various devices used for communication are given in the picture above. നമ്മൾ വാർത്താവിനിമയത്തിന് വേണ്ടിയിട്ട്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന പലതരത്തിലുള്ള വേരിയസ് ഡിവൈസുകളുടെ പിക്ചേഴ്സാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഹ്യൂമൻസ് ഹാവ് ബീൻ യൂസിങ് വേരിയസ് മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സിൻസ് ആൻഷ്യൻ ടൈംസ്. പ്രാചീന കാലം മുതൽ തന്നെ കമ്മ്യൂണിക്കേഷന് വേണ്ടി മനുഷ്യർ പല മാർഗങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. മാസ് മീഡിയ റെഫേഴ്സ് ടു ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ക്യാൻ സിമുലേറ്റേനിയസ്ലി റീച്ച് മെനി പീപ്പിൾ. ചില മാസ് മീഡിയകളൊക്കെ ഉണ്ടായിരുന്നു, പല തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ്, അതൊക്കെ മനുഷ്യരിലേക്ക് എത്തുന്നു. ദീസ് ഇൻക്ലൂഡ്സ്, ഇതിലേതൊക്കെ പെടും? ന്യൂസ് പേപ്പേഴ്സ്, മാഗസീൻസ്, റേഡിയോ, ടെലിവിഷൻ, ഇൻ്റർനെറ്റ്, സോഷ്യൽ മീഡിയ എക്സെട്ര. നമുക്കിവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ലിസ്റ്റ് ഇൻഡിക്കേറ്റിംഗ് വാട്ട് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഡിഫറെൻറ്റ് മീഡിയ ഫോർ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ പ്രിൻ്റ് മീഡിയ ഏതൊക്കെയാണ്? ന്യൂസ്, ആർട്ടിക്കിൾസ്, മാഗസീൻസ് ഒക്കെ നമുക്ക് പറയാം. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനത്തെയൊക്കെ. റേഡിയോ, അതിൽ അനൗൺസ്മെൻറ്റ്സ്, വെതർ ഫോർകാസ്റ്റ്, പിന്നെ സോങ്സ് ഒക്കെ അവൈലബിൾ ആണ്. ടെലിവിഷൻ, എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം, സിനിമ, മ്യൂസിക് പറ്റും കാര്യമൊക്കെ. ഇൻ്റർനെറ്റ്, ഓൺലൈൻ ന്യൂസ്, ഇ-കൊമേഴ്സ്, പിന്നെന്താ യൂട്യൂബ്, ഫേസ്ബുക്ക്, പല ആപ്സ് കിട്ടും. പിന്നെ കാലണ്ടർ വേണേൽ കാലണ്ടർ, കാൽക്കുലേറ്റർ, ക്ലോക്ക്, കോമ്പസ്, സകലമാന സാധനവും കിട്ടും. ഇവിടെ ഇമേജസ് ഉണ്ട്. ഇതെല്ലാം ഈ ഇമേജസ് തന്നെ നോക്കൂ. നമ്മുടെ ടെക്സ്റ്റിൽ ഈ ആരിൽ വന്ന ഇമേജസ് ഫുൾ ഒന്നെങ്കിൽ അവർ ChatGPT അല്ലെങ്കിൽ ജെമിനി AI എന്നൊക്കെ മെറ്റ AI എന്നൊക്കെ ചെയ്തെടുത്ത പോലെ ഇരിക്കും. കാര്യം എല്ലാം ഡിജിറ്റലായി ആയപ്പോൾ എഡ്യൂക്കേഷൻ എന്തുകൊണ്ട് ഡിജിറ്റൽ ആയിക്കൂടാ? അതാണ് നമ്മുടെ പ്രിൻസ് വരെ. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. മീഡിയ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡെവലപ്പിംഗ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ് ഇൻ ഇൻഡിവിജ്വൽസ്. വ്യക്തികളിൽ വായനയുടെയും എഴുത്തിൻ്റെയും ശീലങ്ങൾ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും വലിയൊരു സംഭവമാണ് മീഡിയ എന്ന് പറയുന്നത്, മാധ്യമം. ഇൻഡിവിജ്വൽസ് കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് റിട്ടൺ ലാംഗ്വേജ് ത്രൂ ന്യൂസ് പേപ്പേഴ്സ്, മാഗസീൻസ്, ബ്ലോഗ്സ് ആൻഡ് സോഷ്യൽ മീഡിയ. വ്യക്തികൾ റിട്ടൺ ലാംഗ്വേജ്, എഴുതുന്ന ഭാഷയുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ഏതിലൊക്കെ കൂടെയാണ്? ന്യൂസ് പേപ്പേഴ്സ്, പത്രങ്ങൾ, മാഗസീൻസ്, മാസികകൾ, ബ്ലോഗ്സ് ഇല്ലേ, പിന്നെ സോഷ്യൽ മീഡിയ, ഇതിലൊക്കെ കൂടെയാണ്. ദിസ് എൻകറേജ് റീഡിങ്, ഇത് വായനയെ പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ ശക്തമാക്കുന്നു. ഇൻറ്ററാക്റ്റിംഗ് പ്ലാറ്റ്ഫോംസ് ലൈക്ക് സോഷ്യൽ മീഡിയ, ബ്ലോഗ്സ് ആൻഡ് ഓൺലൈൻ ഫോറംസ് allow individuals to reflect and share their thoughts.
നമ്മുടെ ചിന്തകളെ ഷെയർ ചെയ്യാനും ആ ഒരു കാര്യങ്ങൾ നമുക്ക് ആർക്കാണോ എത്തിക്കേണ്ടി അവരിലേക്ക് എത്തിക്കാനും സഹായിക്കുന്നത് ഓൺലൈൻ ഫോറംസ്, വ്ളോഗ്സ്, സോഷ്യൽ മീഡിയ, ഇങ്ങനത്തെ പല പല പ്ലാറ്റ്ഫോംസാണ്. അതൊക്കെ ഇൻറ്ററാക്റ്റീവ് പ്ലാറ്റ്ഫോംസാണ്. ഇപ്പോൾ തന്നെ വീഡിയോസിന് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ഇടാം. ഈ ഒരു വീഡിയോയ്ക്ക് തന്നെ നിങ്ങൾക്ക് കൊള്ളാമെങ്കിൽ കൊള്ളാം, പോരാ, പറഞ്ഞ് അത്ര ശരിയായില്ല, അത് നിങ്ങളുടെ റിയാക്ഷൻ, നിങ്ങളുടെ അഭിപ്രായം പറയാനുള്ള കോമൻറ്റ് ബോക്സിനകത്ത് പറ്റും. അതാണ് മീഡിയ, ലൈബ്രറീസ്, ബുക്ക് ക്ലബ്സ് ആൻഡ് ഓൺലൈൻ റൈറ്റിംഗ് കമ്മ്യൂണിറ്റീസ് ഫോസ്റ്റർ റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് കൾച്ചർ. ഇപ്പോൾ നമ്മുടെ എഴുത്ത്, വായന, പിന്നെ നമ്മുടെ സംസ്കാരം, ഇതിനെയൊക്കെ നല്ല രീതിക്ക് ഫോസ്റ്റർ ചെയ്യുന്ന, അതിനെയൊക്കെ ഉയർത്തിക്കൊണ്ട് വരുന്ന കാര്യങ്ങളാണ് എന്തൊക്കെ? മീഡിയ, നമ്മുടെ മാധ്യമം, പിന്നെ ലൈബ്രറീസ്, വായനശാലകൾ, ബുക്ക് ക്ലബ്സ്, പല പല ക്ലബ്ബുകൾ കാണും, അത്, പിന്നെ ഓൺലൈൻ റൈറ്റിംഗ് കമ്മ്യൂണിറ്റീസ് ഒക്കെ. ദ മാസ് മീഡിയ ആക്സിലറേറ്റ് social progress by bringing various literacy programs to masses and by creating awareness among them. ഈ മാസ് മീഡിയ എന്തിനെയാണ് ഇതാക്കുന്നത്, കൂടുതലാക്കുന്നത്? സോഷ്യൽ പ്രോഗ്രസ്, നമ്മുടെ സാമൂഹികപരമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ട്. ബൈ വേരിയസ്, എങ്ങനെയാണ്? ബൈ വേരിയസ് ലിറ്ററസി പ്രോഗ്രാംസ്, പലതരത്തിൽ എഴുതുന്ന പ്രോഗ്രാംസ്, എഴുത്ത് പ്രോഗ്രാംസിലൂടെയൊക്കെ നമ്മുടെ ഇടയിൽ അവയർനെസ് കൊണ്ടുവരുന്നു, ജാഗ്രത കൊണ്ടുവരുന്നു. ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് ടെക്നോളജി ഹാസ് ലെഡ് ടു ദ എവല്യൂഷൻ ഫ്രം പ്രിൻറ്റ് മീഡിയ ടു ഡിജിറ്റൽ മീഡിയ. നമ്മുടെ ടെക്നോളജിയുടെ, ശാസ്ത്രത്തിൻ്റെ, നമ്മുടെ ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ്, വളർച്ച മൂലം, അതിൻ്റെ ആ ഒരു പല പല ഗ്രോത്ത് മൂലം പ്രിൻ്റ് മീഡിയയിൽ നിന്ന് ഡിജിറ്റൽ മീഡിയയിലേക്ക് വരെ നമ്മളിപ്പോൾ എത്തി നിൽക്കുകയാണ്, അല്ലേ? പ്രിൻ്റ് മീഡിയയിൽ നിന്ന് ഡിജിറ്റൽ മീഡിയ വരെ വളരെ ദൂരം നമ്മൾ സഞ്ചരിച്ചെത്തിയിരിക്കുകയാണ്. അതാണ് നമ്മുടെ ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയും ഒരു പോർഷൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മീഡിയ എന്നുള്ളത് അടുത്ത ഇതിൽ പറയുന്നതായിരിക്കും. ഈ സംഭവം നിങ്ങൾക്ക് സെറ്റായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ആൻഡ് ഈ ഒരു പാട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സബ്സ്ക്രൈബ് ചെയ്തവർ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തുള്ള ഇതുകൂടെ അൺസബ്സ്ക്രൈബ് ആക്കി പോകല്ലേ കേട്ടോ. ഈ ആരെങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടാതെ വിഷമിക്കുന്നുണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്തിട്ടേക്കുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒന്ന് കോമെൻറ്റ് ചെയ്യുക. ചിലർ കമൻ്റ് എന്ന് പറയും, ചിലർ കോമെൻ്റ് എന്ന് പറയും. രണ്ടും ശരിയാണോ? വാട്ടെവർ ഇറ്റ് ഈസ്. ഓക്കെ, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്സിലൂടെ അറിയിക്കുക. ആൻഡ് ഇനിയൊന്നുമില്ല, ഇത്രയും സംഭവം ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഭാഗവുമായിട്ട് ഉടനെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കും. വരുന്നത് വരെ നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ. സ്വന്തം അനഘ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നല്ല വ്യൂസ് ഉണ്ട്, പക്ഷേ ലൈക്കില്ല. അപ്പോൾ അതൊരു വിഷമാവില്ലേ? നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, പ്ലീസ് 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 പ്ലീസ്. അപ്പോൾ ശരി, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സെക്കൻഡ് പാർട്ട് വീഡിയോ ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. എല്ലാ എഡിറ്റിങ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്ലോഡ് ചെയ്യുന്നതിലാണ് ഒരു ഇത് വരുന്നത്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇടുക. പിന്നെ ഫീഡ്ബാക്ക്സ് ഇടുക. പേരൊക്കെ ഉണ്ടെങ്കിൽ പേരിടുക. പിന്നെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് പറയാം. ചെറിയ ഷോർട്ട്സ് ആയിട്ട് ഇടണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അതുകൂടെ പറയാം. ദെൻ ടാറ്റാ ബൈ, സീ യു സൂൺ.